Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് LazyPayയിൽ നിന്ന് ഒരു ചെറിയൊരു പാർസൽ വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഹാപ്പിനെസ് അപ്രൂവ്ഡ് #happiness approved എന്നാണ് എഴുതിയിരിക്കുന്നത്. സോ ഈ പാർസലിനകത്ത് അല്ലെങ്കിൽ ഈ പാക്കറ്റിനകത്ത് എന്താണുള്ളതെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമുക്ക് ഈ പാർസൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതിനകത്ത് എന്താണുള്ളതെന്ന്. സോ ഇതിന്റെ കവർ ഞാൻ നേരത്തെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ ഈ കവർ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അഗെയിൻ #happiness approved എന്ന് എഴുതിയിട്ട് ഒരു കറുത്ത ബോക്സ് ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഈ ബോക്സിനുള്ളിൽ എന്താണ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം ലുക്ക് ഒക്കെ തന്നെയാണ്. ഫുൾ ബ്ലാക്ക് ആണ്, ഒരു മാറ്റ് ഫിനിഷ് പോലെ. ചെറിയൊരു കട്ടിംഗ് ഉണ്ട്. അപ്പോ ഇത് ഇങ്ങനെ യെസ് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യുക. സോ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇത്തരത്തിലാണ് കാണുന്നത്. സോ അൺബോക്സ് ദി ക്രെഡിറ്റ് യു ഡിസേർവ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഹാപ്പിനെസ് അപ്രൂവ്ഡ്. ഓക്കെ, ഹാപ്പിനെസ് അപ്രൂവ്ഡ് എന്നാണ്. ഇതിനകത്ത് ഈ ബോക്സിനുള്ളിൽ വേറൊന്നുമില്ല. ഈ ഒരു കിറ്റും ഈ ഒരു പാംഫ്ലെറ്റും ആണുള്ളത്. നമുക്ക് ഇത് തൽക്കാലം ഒന്ന് മാറ്റി വെച്ചിട്ട് ശരിക്കും ഇതിനുള്ളിൽ എന്താണുള്ളതെന്ന് നോക്കാം. ശരി, അപ്പോൾ എന്താണ് നമുക്ക് ഇതിനുള്ളിൽ കിട്ടിയിരിക്കുന്നത്? LazyPayയുടെ ഒരു കാർഡാണ് നമുക്ക് ഇതിനുള്ളിൽ കിട്ടിയിരിക്കുന്നത്. ഇതിനുള്ളിൽ സെറ്റ് പിൻ ഫോർ യുവർ കാർഡ് ഓൺ ദ LazyPay ആപ്പ് ടു സ്റ്റാർട്ട് യൂസിങ് ഇറ്റ്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇത് ബുക്കാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷെ ഇത് ബുക്കൊന്നുമല്ല, ജസ്റ്റ് ഒരു ഹാർഡ് പേപ്പർ ആണ് നമ്മുടെ ഈ കാർഡ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കാനായിട്ട്. സോ ഇതാണ് LazyPay കാർഡ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത്. സോ ഇത്രയും പറയുമ്പോഴത്തേക്ക് LazyPay എന്താണെന്ന് ഇനിയും അറിയാത്തവർക്കായിട്ട്, LazyPay എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പേ ലേറ്റർ ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് ഏകദേശം 20,000 മുതൽ അല്ലെങ്കിൽ 10,000 മുതൽ 1,00,000 രൂപ വരെ നമുക്ക് ക്രെഡിറ്റ് ലിമിറ്റ് തരുന്ന ഒരു പേ ലേറ്റർ ആപ്പാണ്. ഈ പേ ലേറ്റർ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുവിധമുള്ള പോപ്പുലർ ആയിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും നമുക്കിത് പേയ്മെന്റിനായിട്ട് യൂസ് ചെയ്യാം. എലിജിബിൾ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇതിനകത്തുണ്ട്. സോ ഇത് ഇവരുടെ പുതിയൊരു ഇനിഷ്യേറ്റീവ് ആണ് LazyPay കാർഡ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിപ്പ് എനേബിൾഡ് ആണ് ഈ കാർഡ്. അപ്പോ വൈഫൈ എനേബിൾഡ് ആണ്. സോ വൈഫൈ ട്രാൻസാക്ഷൻസും ചെയ്യാൻ പറ്റും. ചിപ്പ് എനേബിൾഡ് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള കാർഡാണ്. അപ്പൊ നമുക്കിത് സ്വൈപ്പ് ചെയ്യാം, അതുപോലെ വെബ്സൈറ്റ്സിൽ യൂസ് ചെയ്യാം, എല്ലാത്തിലും യൂസ് ചെയ്യാം. നമുക്കിതിന്റെ പുറകിലായിട്ട് നമുക്കിതിന്റെ കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്മാർട്ട് ബാങ്കിങ് ബൈ SBM ബാങ്ക് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇതിന് മുന്നിലായിട്ട് നമ്മുടെ പേരും വരും. സോ ഈ ഒരു കാർഡിന് നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് LazyPay ആപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ ആപ്പിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ കാർഡ് പ്യൂർലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ എഴുതി കാണിക്കേണ്ട നമ്മുടെ പേര് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. സോ ഞാൻ എന്റെ പേര് ഫുൾ ആയിട്ട് എഴുതാൻ തന്നെയാണ് എടുത്തത്. സോ ചാൾസ് പീറ്റർ എന്നുള്ള രീതിയിലാണ് ഈ കാർഡ് വന്നിരിക്കുന്നത്. ഈ ഒരു കുഞ്ഞു കാർഡാണ് നമ്മുടെ ആ ബ്ലാക്ക് ബോക്സിനകത്ത് വന്നിരിക്കുന്നത്. LazyPay നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഒരു പേ ലേറ്റർ ആപ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. നിങ്ങൾക്ക് ഹസൽ ബി ട്രാൻസാക്ഷൻസ് നടക്കും. അതുപോലെ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള വെബ്സൈറ്റ്സിലൊക്കെ നമുക്ക് EMI പർച്ചേസിനും LazyPayയിലെ ക്രെഡിറ്റ് 10,000 മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ LazyPayയിലെ ക്രെഡിറ്റ് നമുക്ക് EMI ട്രാൻസാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ കൊടുത്തിരിക്കാം. മറ്റൊരു വീഡിയോ നമുക്ക് ഉടനെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.